മെക്സവനെതിരെ അതീവ ഗുരുതര ആരോപണമുണ്ടായിട്ടും യാതൊരു അന്വേഷണവും നടത്താതെ കേരള പോലീസ്. രാജ്യത്തിനു തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ ശക്തികൾ മെക്സവന് പിന്നിലുണ്ടെന്ന് CPMന്റെ പ്രമുഖ നേതാവ് P. മോഹനൻ തന്നെ പറഞ്ഞിട്ടും യാതൊരു അന്വേഷണവും കേരള പോലീസ് നടത്തിയില്ല. മെക്സവന്റെ പ്രവർത്തനത്തെ ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അവഗണിച്ചിരുന്നു. അതേസമയം വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മെക്സവനെതിരെ സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരും. അതിനു മുൻപ് അന്ന് P. മോഹനൻ മെക്സവന് പിന്നിൽ ഭീകര ശക്തികളുണ്ടെന്ന് പറഞ്ഞ ആ വാക്കുകൾ മലക്കം മറിയുന്നതിന് തലേന്നാൾ ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത്, അതെ ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരും. അരുൺ, ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് അടിത്തറ ഒരുക്കലാണ് ഇത്തരം ശക്തികളെന്ന് പറയുന്നുണ്ട് P. മോഹനൻ. പിന്നീട് അത് മലക്കം പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മെക്സവനെതിരെ കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസുകൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും എന്തുകൊണ്ട് പോലീസ് ചെവി കൊടുക്കുന്നില്ല അതിന് എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? തീർച്ചയായും അല്പസമയങ്ങൾക്ക് മുമ്പ് കേട്ട P. മോഹന്റെ വാക്കുകൾ തന്നെ പറയുന്നു, തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. അന്ന് അദ്ദേഹം പൊതുവേദിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഇതാണ്. അത്ര ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. രാജ്യത്തിന് ദോഷകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. ആ ഒരു പ്രവർത്തനത്തിന് കുട പിടിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിന്റെ ആദ്യ സമയങ്ങളിൽ മുതൽ തന്നെ നടക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മെക്സവന്റെ പ്രവർത്തനം ആരംഭിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് കേന്ദ്ര ഇന്റലിജൻസ് ആദ്യം നിർദ്ദേശം നൽകുന്നു. ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ഇതിലെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾ മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ കരുതലോടെ വേണം മുന്നോട്ട് പോകാനെന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വശത്ത് ഇത്തരത്തിൽ മെക്സവൻ വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ കൂട്ടിക്കൊണ്ട് വ്യായാമ കൂട്ടായ്മകൾ എല്ലായിടത്തും നടത്തുന്നു. ശരവേഗത്തിൽ തന്നെ സംഘടനയെ വളർത്തിയെടുക്കാൻ അവർക്ക് ആകുന്നു. അത് വലിയ രീതിയിലേക്ക് ഒരുപാട് ശാഖകളായി അത് വളരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്തും പോലീസിന് ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാഞ്ഞിട്ട് പോലും അവർ ഒരു തരത്തിലുള്ള നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഈ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്നില്ല. ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് അറിയുന്നില്ല. എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടക്കുന്നത് എന്നടക്കമുള്ള ആ കാര്യങ്ങളെപ്പറ്റി ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല. ഇതിനുശേഷമാണ് നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് കേട്ട കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയായ P. മോഹനൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത്. അത് ആ വാക്കുകൾ തന്നെ നമ്മൾ വീണ്ടും കേൾപ്പിക്കാനുള്ള കാരണം, എത്ര അറിവോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, അതിനുശേഷം അദ്ദേഹം കൃത്യമായി നടത്തിയ അന്വേഷണം, അത്ര കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും അത് പിറ്റേന്ന് പേടിച്ചത് കൊണ്ടാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അത് മലക്കം മറിഞ്ഞിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് ഇത്തരത്തിലുള്ള ആരോപണം പുറത്തു വന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കാനായി മെക്സവൻ അധികൃതർ പുറത്തുവിട്ട ഒരു പ്രശംസാ പത്രമുണ്ട്. അത് മറ്റാരുടെയുമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ മുഹമ്മദ് റിയാസ് ആണ്
ഈ മെക്സവന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള പ്രശംസാ പത്രം അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കലവറയില്ലാത്ത ഒരു പിന്തുണ ഇത്തരത്തിൽ ചില നേതാക്കൾ ഈ മെക്സവന് കൊടുത്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ ഇവർ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടത് വലത് മുന്നണികൾ കൃത്യമായി ഈ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മെക്സവന് പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നിട്ടും ഇതിനെ തൊടാനുള്ള ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. അതിനുശേഷം ഈ പി മോഹനൻ ഇത്ര ഗൗരവത്തോടെയുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു നേതാക്കൾ പോലും എത്തിയില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരി, അരുൺ കൊടുങ്ങൂരിലേക്ക് വരാം.